Friends, welcome to first episode of my China travel vlog. I'll be flying from Dubai to Beijing today. We are going to explore Beijing, Hangshui, Tianjin, Baoding, Foshan. സോ ഈ വീഡിയോയിൽ ഞാൻ മെയിനായിട്ട് പറയുന്നത് ഒരു ചൈന യാത്രയിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, വിസ പ്രോസസ്സിങ് എങ്ങനെയായിരിക്കും, അവിടെ പോയിട്ട് നമ്മൾ അവിടുത്തെ നമ്മൾ മസ്റ്റായിട്ട് നമ്മുടെ കയ്യിലുണ്ടായിരിക്കേണ്ട ഡോക്യുമെൻറ്റ്സ്, നമ്മുടെ ഫോണിലുണ്ടായിരിക്കേണ്ട ആപ്ലിക്കേഷൻസ്, അതുപോലെ എന്തൊക്കെ കാര്യങ്ങളാണ് മെയിനായിട്ട് നമ്മളവിടെ പോയിട്ട് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളതൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ മെയിനായിട്ട് ഉൾപ്പെടുത്തുന്നത്. എൻ്റെ ചൈന സീരീസിൽ ഏകദേശം ഞാനൊരു 7-8 അല്ല മാക്സിമം ഒരു 10 വീഡിയോസ് വരെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള വീഡിയോസൊക്കെ ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എഡിറ്റിങ്ങിനനുസരിച്ചിട്ട് 8-10 വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാ വീഡിയോസും എല്ലാവരും കാണുക. ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. താങ്ക് യു. യാത്രയുടെ ആദ്യഘട്ടമായിട്ടുള്ള ഇമിഗ്രേഷനും ക്ലിയറൻസും ബോർഡിംഗ് പാസ്സൊക്കെ ഇഷ്യൂ ചെയ്തതിന് ശേഷം ഞാൻ ലോഞ്ചിൽ പോയിട്ട് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞാൻ നമ്മുടെ ദുബായ് ഡ്യൂട്ടി ഫ്രീയിലൊന്ന് കറങ്ങി. അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ നോക്കി, കുറച്ച് ഷുഗർ ഒഴിക്കുള്ള കുറച്ച് ബിസ്ക്കറ്റ്സും കാര്യങ്ങളൊക്കെ എടുത്തു. ഇൻ കേസ് ഇനി ചൈനയിലെ ഫുഡിനൊക്കെ ഭയങ്കര ഇഷ്യൂ ആണെന്ന് പറഞ്ഞിരുന്നു. അപ്പം എന്തെങ്കിലും ഫുഡൊക്കെ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് എടുത്ത് ഞാൻ ഫുഡ് ബിസ്ക്കറ്റ്സും പിന്നെ ഷുഗർ ഫ്രീ ബിസ്ക്കറ്റ്സും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്തു. യാത്ര തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഞാൻ എയർപോർട്ടിൽ ഇരുന്നിട്ട് ചൈനയിൽ നമുക്ക് മസ്റ്റായിട്ട് ഉണ്ടായിരിക്കുന്ന ആപ്ലിക്കേഷൻസ്, അതായത് പേയ്മെൻറ്റിനും മറ്റ് ചാറ്റിങ്ങിനും കാര്യങ്ങളിലും വി ചാറ്റ്, DT, അതേപോലത്തെ അവിടുത്തെ മാപ്പ്, അതേപോലെ VPN, ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഒക്കെ ഇതൊക്കെ മസ്റ്റായിട്ട് നമ്മളെ ഫോണിൽ ഉണ്ടായിരിക്കണം. അതൊക്കെ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തു. നമ്മളിന്ന് യാത്ര ചെയ്യുന്നത് ചൈന സദേൺ എയർലൈൻസിൻ്റെ CZ8058 എന്ന് പറയുന്ന ഒരു എയർബസ് A333 ഫ്ലൈറ്റിലാണ്. 8 മണിക്കൂറാണ് യാത്ര ഇവിടുന്ന് ദുബായ് ടു ഗോഞ്ചോ. അപ്പോൾ രാത്രി 9 മണിക്കാണ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ രാവിലെ ഒന്ന് കിടന്നുറങ്ങി രാവിലെ ആകുമ്പോഴേക്കും അവിടെ എത്തും. ഈ ഫ്ലൈറ്റിന് ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് പറയാനുള്ളത് നല്ല ലെഗ് സ്പേസും നല്ല ഫുഡും ആയിരുന്നു. ഫുഡ് ഒരു ചൈനീസ് സ്റ്റൈൽ ഫുഡാണെന്നുണ്ടെങ്കിലും നമുക്കൊക്കെ എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന സ്റ്റൈലൊരു ഫുഡായിരുന്നു. നമുക്ക് ആദ്യം ഫ്ലൈറ്റ് ഫസ്റ്റ് നമുക്ക് ജ്യൂസും, അത് കഴിഞ്ഞതിന് ശേഷം ഒരു ഡിന്നറൊക്കെ തന്നു. പിന്നെ ഏകദേശം ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നതിൻ്റെ ഒരു 1 hour മുന്നേ പിന്നെയും ജ്യൂസസും സാൻഡ്വിച്ചും ഒക്കെ തന്നു. അങ്ങനെ 2 സമയം ഫുഡ് ഉണ്ടായിരുന്നു. നല്ല രീതിയിലുള്ള പെരുമാറ്റം, നല്ലൊരു സർവീസായിട്ട് തോന്നി എനിക്ക് ചൈന സദേൺ എയർലൈൻസിൻ്റെ ഫ്ലൈറ്റ്സൊക്കെ. അങ്ങനെ ഞങ്ങൾ ഗോൺസോയിൽ ലാൻഡ് ചെയ്യുന്ന വിഷ്വൽസാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലോകത്ത് തന്നെ ഏറ്റവും വലിയ ഒരു എക്സിബിഷനായിട്ടുള്ള കാൻഡോൺ ഫെയർ നടക്കുന്നത് ഈ ഗോൺസോയിലാണ്. ഗോൺസോയിലെ ഈ എയർപോർട്ട് എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു എയർപോർട്ടും ഇഷ്ടം പോലെ ഫ്ലൈറ്റും, കൂടുതലും ചൈന സദേൺ എയർലൈൻസിൻ്റെ ഫ്ലൈറ്റ്സ് തന്നെയായിരുന്നു. ഒരുപാട് ഫ്ലൈറ്റ്സ് ഉണ്ടായിരുന്നു. ഞങ്ങളാണ് ലാൻഡ് ചെയ്ത ഉടനെ നല്ല മഴയായിരുന്നു. അതുകൊണ്ട് തന്നെ വിഷ്വൽസിൽ നിങ്ങൾക്ക് മനസ്സിലാവും മഴ പെയ്യുന്നതിൻ്റെ ഒരു വെള്ളം മറ്റു കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഇഷ്ടം പോലെ ഫ്ലൈറ്റ്സ് ഉണ്ടായിരുന്നു അവിടെ.
പെട്ടെന്ന് തന്നെ ഞാൻ അവിടെ പുറത്തിറങ്ങി എമിഗ്രേഷൻ ക്ലിയറൻസും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തീർത്ത് എനിക്ക് അടുത്ത ഫ്ലൈറ്റ് ബെയ്ജിങ്ങിലോട്ട് ആയിരുന്നു. അത് ക്യാച്ച് ചെയ്യാൻ വേണ്ടി ഓടി. ഫ്ലൈറ്റിൽ കയറി. ഇവിടെ ബെയ്ജിങ് ടു ഗോൺസ ടു ബെയ്ജിങ് ഫ്ലൈറ്റ് ആയിരുന്നു എൻ്റേത്. ഞാൻ ഓടിയിട്ടാണെന്നുണ്ടെങ്കിലും എനിക്ക് ഫ്ലൈറ്റ് കിട്ടി. കുറച്ച് ഡിലേ ഉണ്ടായിരുന്നു ഫസ്റ്റ് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തപ്പോൾ. ഇപ്പോൾ നിങ്ങൾ കാണുന്ന വിഷ്വല് ഗോൺസ നിന്ന് ബെയ്ജിങ്ങിലോട്ടുള്ള ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്തതിൻ്റെ വിഷ്വലാണ് നിങ്ങൾ കാണുന്നത്. നല്ല വ്യൂ ആയിരുന്നു. ഗോൺസോ സിറ്റിയും വില്ലേജ് ഏരിയയും ഒക്കെ കാണാൻ നല്ല ഒരു ഫ്ലൈറ്റിൽ നിന്ന് നല്ല ഭംഗിയുണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ ഇടയിൽ ചെറുതായിട്ടൊന്ന് മയങ്ങിയപ്പോൾ ഫ്ലൈറ്റ് അറ്റൻഡൻറ്റ് എൻ്റെ സീറ്റിന് മുന്നിൽ കൊണ്ട് ഒട്ടിച്ചതാണത്. അത് കഴിഞ്ഞ ശേഷം അവരെനിക്ക് ഫുഡൊക്കെ തന്നു. ഈ ഫുഡ് എനിക്ക് അത്ര കണ്ട് ഇഷ്ടപ്പെട്ടില്ല. അല്ല, സലാഡും ഫ്രൂട്ട്സൊക്കെ കൊള്ളായിരുന്നു. അങ്ങനെ ഒരു 2.5 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ ബെയ്ജിങ്ങിൽ ലാൻഡ് ചെയ്തു. 3 മണിക്കൂറാണ് ശരിക്കും പറഞ്ഞിരുന്നത്, പക്ഷേ 2.5 മണിക്കൂർ കൊണ്ട് ഹോട്ടലിൽ ലാൻഡ് ചെയ്തു. ഞാൻ ആക്ച്വലി ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ചൈനയിൽ വരാനും അവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാനും പഠിക്കാനും. ബിസിനസ് ആവശ്യത്തിനാണ് വന്നതെന്നുണ്ടെങ്കിൽ കൂടുതലും അവിടുത്തെ ആദ്യമായിട്ടാണ് ഞാൻ ചൈനയിൽ പോകുന്നത്. അപ്പോൾ ചൈന ഒരു വലിയ ബിസിനസ് ഹബ്ബാന്ന് കേട്ടിട്ടുണ്ട്. ഞാൻ അവിടെ എത്തിയപ്പോൾ ലഗേജ് കുറേ നോക്കി. ലഗേജ് എൻ്റെ വന്നിട്ടുണ്ടായിരുന്നില്ല. കാരണം ഫ്ലൈറ്റിൻ്റെ കുറച്ച് ഡിലേ കാരണം ലഗേജ് വന്നിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ കോമ്പൻസേഷൻ ആയിട്ട് എനിക്കൊരു 250 ദിർഹംസും തന്നു. അവിടുന്ന് പിന്നെ നേരെ ഇറങ്ങിയിട്ട് ബെയ്ജിങ് ഡാക്സിൻ എയർപോർട്ടിലാണ് ഞാൻ വന്നത്. ബെയ്ജിങ് ഡാക്സിൻ എയർപോർട്ടിൻ്റെ തൊട്ടടുത്തുള്ള അവിടുത്തെ എയർപോർട്ടിനോട് ചാരിട്ടുള്ള റെയിൽവേ സ്റ്റേഷനിൽ വന്നു. ഞാൻ നേരത്തെ സീ ട്രിപ്പ് വഴി ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിരുന്നു. ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു. ബുള്ളറ്റ് ട്രെയിനിൽ കയറി. വളരെ ചെറിയ പൈസക്ക്, ഇപ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ ദുബായിനൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെ ചെറിയ പൈസക്ക് ബുള്ളറ്റ് ട്രെയിനിൽ ബിസിനസ് ക്ലാസ് തന്നെ ടിക്കറ്റ് കിട്ടി. ചെറിയ പൈസയായിരുന്നു. അപ്പോൾ ബിസിനസ് ക്ലാസ്സിൽ തന്നെ കയറി. ഒരു 20 മിനിറ്റ് യാത്ര ചെയ്തപ്പോഴേക്കും ബെയ്ജിങ് വെസ്റ്റ് റെയിൽവേ സ്റ്റേഷനിൽ എത്തി. ഞാൻ അവിടെയായിരുന്നു എനിക്ക് അന്ന് സ്റ്റേ ചെയ്യേണ്ടിയിരുന്നത്. അവിടെയായിരുന്നു എൻ്റെ ഹോട്ടൽ. അങ്ങനെ ബെയ്ജിങ് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ഞാൻ അവിടുന്ന് ജസ്റ്റ് നടന്നിട്ടാണ് ഹോട്ടലിൽ പോയത്. ഒരു 500 മീറ്റർ നടക്കാണ്ടായിരുന്നു. ഞാൻ വലിയൊരു യാത്ര കഴിഞ്ഞ് വരുന്നതിൻ്റെ ക്ഷീണം ഉണ്ടായിരുന്നു. എന്നാലും ഞാൻ നടന്നിട്ട് തന്നെ പോയത്. നല്ല റൂമായിരിക്കണേ എന്നൊക്കെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടാണ് പോയതെന്നുണ്ടെങ്കിലും നല്ല റൂം, നിങ്ങളീ കാണുന്ന പോലെ തന്നെ നല്ല റൂമാണ് എനിക്ക് കിട്ടിയത്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു റൂമൊക്കെ. നല്ലൊരു ഫ്രഷ്നെസ് ഉണ്ടായിരുന്നു. പിന്നെ എവിടെ പോയാലും ക്ഷീണം എന്ന് വിചാരിച്ച് അടങ്ങിയിരിക്കുന്ന സ്വഭാവം നമുക്കില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ഫ്രഷായി നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങി അടുത്ത സബ്വേ ലക്ഷ്യമാക്കി ഇറങ്ങി. സബ്വേ പോയിട്ട് അവിടുന്ന് ഒക്കെ എന്നെ ഡീപ് സീക്ക് നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഈ സബ്വേ പിടിക്കാൻ ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്തേക്ക് എങ്ങനെ പോകാമെന്നൊക്കെ അറിയാൻ വേണ്ടി ഗൂഗിളിനേക്കാളും ഞാൻ ആശ്രയിച്ച് ഡീപ് സീക്കിനെയാണ്. ഡീപ് സീക്ക് പറഞ്ഞു തന്ന വഴി ഞാൻ സബ്വേയിൽ പോയി ടിക്കറ്റൊക്കെ എടുത്തു. സബ്വേയിൽ യാത്ര ചെയ്തിട്ട് നാഷണൽ മ്യൂസിയത്തിൻ്റെ അങ്ങോട്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ അവിടെ ഇന്ന് വൈകുന്നേരം കാണാമെന്നുള്ള ഭംഗിയുള്ള സ്ഥലമാണ്. പിന്നെ ഒരു ബെയ്ജിങ് ഒരു ഷോപ്പിംഗ് സ്ട്രീറ്റൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ അതൊക്കെ കാണാമെന്നുള്ളൊരു ലക്ഷ്യത്തിലാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. ബെയ്ജിങ് സബ്വേ ഒരു അത്ഭുതം തന്നെയാണ്. ഭയങ്കര സംഭവമാണ്.
ചൈനയുടെ ചരിത്രത്തിലെ ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് ഈ ടിയാനമെൻ സ്ക്വയർ എന്ന് പറയുന്നത്. ഒരുപാട് മേജറായിട്ടുള്ള പല ഇവൻറ്റ്സ് അവിടെ നടക്കാറുണ്ട്. അതുപോലെ തന്നെ 1949 പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന രൂപീകരിച്ചത് ഇവിടെ വെച്ചിട്ടാണ്. ഇതിൻ്റെ അടുത്ത് അതേ കാണുന്ന അവിടെ കുറേ പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് ഇവിടെ ട്രാഫിക് ഒക്കെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. നല്ല തിരക്കുണ്ടായിരുന്നു അവിടെ. അതുകൊണ്ട് അല്ലാതെ അതിൻ്റെ അടുത്തേക്ക് പോകാനോ ഒന്നും കഴിഞ്ഞില്ല. അതുകൊണ്ട് കുറേ ദൂരെ നിന്നാണ് വീഡിയോ ഒക്കെ എടുത്തത്. ഞാൻ മെയിനായിട്ട് ലക്ഷ്യമാക്കി വന്നത് ഇങ്ങോട്ടല്ല, ഞാൻ സബ്വേ ഇറങ്ങി വന്നപ്പോൾ കണ്ടതാണ് ഇവിടെ. ഞാൻ ലക്ഷ്യമാക്കി വന്നത് ബെയ്ജിങ്ങിലെ ഷോപ്പിംഗ് സ്ട്രീറ്റ് കാണാനായിരുന്നു. മാത്രമല്ല നല്ല വിശപ്പിൻ്റെ വിളി ഉണ്ടായിരുന്നു. അപ്പോൾ ചൈനീസ് ഫുഡ് നമുക്കങ്ങനെ പെട്ടെന്ന് നമ്മൾക്ക് വയറിന് പിടിക്കില്ല എന്നുള്ളത് മനസ്സിലാക്കിയതുകൊണ്ട്, നമ്മുടെ ടേസ്റ്റൊന്നും അത്ര പെട്ടെന്ന് പിടിക്കില്ല എന്നുള്ളത് മനസ്സിലാക്കിയതുകൊണ്ട് ഞാൻ മക്ഡൊണാൾഡ്സോ KFC എന്തെങ്കിലുമൊക്കെ തപ്പി അങ്ങനെ ഇറങ്ങിയതായിരുന്നു. ബെയ്ജിങ് ഈ ഷോപ്പിംഗ് സ്ട്രീറ്റൊക്കെ ഇങ്ങനെ കണ്ട് നടക്കുന്നതിൻ്റെ ഇടയിൽ ഭാഗ്യത്തിന് ഞാൻ മക്ഡൊണാൾഡ്സ് കണ്ടെത്തി. മക്ഡൊണാൾഡ്സിനകത്ത് കയറി ബർഗറൊക്കെ കഴിച്ചു. എന്നിട്ട് കുറച്ച് നേരം ഷോപ്പിംഗ് സ്ട്രീറ്റൊക്കെ കണ്ടു. കുറേ ചൈനീസ് ആളുകൾ നമ്മളെ കൂടെ ഫോട്ടോസൊക്കെ എടുത്തു. ഞാനും അവരെ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ കുറേ നേരം അവിടെ നടന്നതിന് ശേഷം തിരിച്ച് ഹോട്ടൽ റൂമിൽ പോയി റെസ്റ്റ് എടുത്തു. അപ്പോൾ ഞാൻ ചൈനയിലോട്ട് വന്നിട്ടുള്ളത് കുറേ ഫാക്ടറി വിസിറ്റിനും കുറച്ച് ടൂറിസ്റ്റ് പ്ലേസൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഫാക്ടറി വിസിറ്റ്സൊക്കെ നാളെ തുടങ്ങുകയാണ്. അപ്പോൾ അതിൻ്റെയും വീഡിയോയും ഞാൻ പോയിട്ടുള്ള മറ്റ് സ്ഥലങ്ങളിലെ വീഡിയോ ഒക്കെ തുടർന്നുണ്ടായിരിക്കും. അപ്പോൾ എല്ലാവരും എല്ലാ വീഡിയോസും കാണാൻ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സജഷൻസൊക്കെ അറിയിക്കുക. ഐ വിൽ ട്രൈ ടു ഇംപ്രൂവ് മൈ വീഡിയോസ്. ഫ്രണ്ട്സ്, ഈ വീഡിയോ അവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. എൻ്റെ ചൈന വീഡിയോസ് ഇനിയും വരുന്നുണ്ട്. എല്ലാവരും എല്ലാ വീഡിയോസും കാണാം, സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു. ബൈ. സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ.